ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് അഭിന. ഇന്നത്തെ വീഡിയോ ഒരു ഡാൻഡ്രഫ് റിമൂവൽ ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഡാൻഡ്രഫൊക്കെ വരുന്നുണ്ടാവുമല്ലേ, അപ്പോൾ അത് മാറ്റാൻ എങ്ങനെയാണ് ഒന്ന് പറ്റുക? നമ്മളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കിയാലോ. ഈ ഒരു റെമഡി ചെയ്യാനുള്ള ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് കോക്കനട്ട് ഓയിലാണ്. നമ്മളുടെ ആവശ്യത്തിന്, നമ്മുടെ സ്കാൽപ്പിന് ആവശ്യത്തിന് എടുത്താൽ മതി. അത് എന്നിട്ട് നമ്മൾ ഡബിൾ ബോയിലാണ് ചെയ്യുന്നത്. ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളത്തിലോട്ടേക്കാണ് ഞാൻ ഈ ബൗളും പിന്നെ ആ എണ്ണയും കൂടെ ഒഴിച്ചിട്ടുള്ള ബൗള് വെക്കുന്നത്. അത് കുറച്ച് സമയം വെച്ച് കഴിയുമ്പോൾ നമ്മളുടെ എണ്ണ ചൂടായിട്ടുണ്ടാവും, നമ്മൾക്കൊരു ആവശ്യത്തിനുള്ളൊരു ടെമ്പറേച്ചർ കിട്ടിയിട്ടുണ്ടാവും. അതിനുശേഷം പിന്നെ ഞാൻ ഭയങ്കരമായ ശ്രമമായിരുന്നു അതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യമായിട്ടായിരുന്നു ഡബിൾ ബോയിൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ശ്രമിച്ചു, പരാജയപ്പെട്ടു. പിന്നെ കത്രികയൊക്കെ എടുത്തിട്ട് ശ്രമം തുടങ്ങി, അതും നടന്നില്ല. അവസാനം ഞാൻ ഒരു ടവൽ വെച്ച് ചെയ്യാൻ നോക്കി. അതിൽ എണ്ണയിൽ കുറച്ച് വെള്ളമൊക്കെ ആയി. അങ്ങനെ കുറച്ച് കോമഡി ഒക്കെ അതിനിടയ്ക്ക് നടന്നു. എന്നിട്ട് ഞാൻ എങ്ങനെയല്ലോ അവസാനം എടുത്തു. സെക്കൻഡ് ഇൻഗ്രീഡിയൻറ്റ് ലെമൺ ആണ്. ലെമൺ ഒരു ഫുൾ ലെമൺ തന്നെ എടുക്കുക. നിങ്ങളുടെ ഓയിലിലും വെള്ളമായിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ ലെമൺ ഒഴിക്കുന്നതാണ്. അതെന്തായാലും ഒരു വാട്ടറി ആയ സാധനമാണ്. അപ്പോൾ ലെമണും കൂടെ സ്ക്വീസ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ സ്റ്റിർ ചെയ്യുകയാണ് വേണ്ടത്. നമ്മളുടെ ലെമണും ഓയിലും കൂടി ഒന്ന് മിക്സ് ആയിട്ട് വരിക വേണ്ടത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? നമ്മളുടെ ഹെയറിൻ്റെ സ്കാൽപ്പിലാണ് ഡാൻഡ്രഫ് ഉണ്ടാവുക. അപ്പോൾ അവിടെയായിട്ടാണ് നമ്മൾ ഈ ഒരു DIY ചെയ്യേണ്ടത്. അതിന് മുന്നേ ഏത് കൈൻഡ് ഓഫ് മാസ്ക് ആയാലും ഓയിലായാലും അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒന്ന് ഹെയർ കോംബ് ചെയ്യുക. ഹെയറിലുള്ള നോട്ട്സ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് വേണം ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹെയർ കോംബ് ചെയ്തതിന് ശേഷം കുറച്ച് സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. നമ്മളുടെ സ്കാൽപ്പിൽ കറക്റ്റായിട്ട് എത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. എന്നിട്ട് ഞാനൊരു കോട്ടൺ ബോൾ എടുക്കുകയാണ്. അത് നമ്മളുടെ DIY ചെയ്ത ആ പ്രൊഡക്റ്റിലേക്ക് കുറച്ച് കോട്ടൺ ബോൾ ഡിപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മളുടെ ഹെയറിൻ്റെ ഓരോ സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അത് നമ്മളുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക. സ്ട്രാൻഡും എടുത്ത് മാറ്റി നമ്മളുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക. ഡാൻഡ്രഫൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന, ഫ്രണ്ടിൽ നിന്നൊക്കെ കാണാനൊക്കെ പറ്റും. അപ്പോൾ ആ ഭാഗത്തൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഈ DIY ട്രൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ കുറച്ച് കൂടുതൽ അപ്ലൈ ചെയ്തോളൂ. അപ്പോൾ തറവായിട്ട് നമ്മളുടെ സ്കാൽപ്പിൽ മൊത്തം ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് മെത്തേഡ് മസാജ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളുടെ സ്കാൽപ്പ് ഒന്ന് നല്ല രീതിയിൽ മസാജ് ചെയ്ത് ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കുക. മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഹെയർ ടൈ ചെയ്യുക. എന്നിട്ട് അതവിടെ കുറച്ചൊരു 30 to 1 hour വരെ വെച്ചതിന് ശേഷം നല്ല രീതിയിൽ കഴുകി കളയുക വേണ്ടത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് കാണാൻ പറ്റും. കുറേ ഭാഗം നമ്മളുടെ ഇച്ചിങ്ങും പോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഈ ഒരു വീഡിയോയും ഈ ഒരു DIYയും യൂസ്ഫുൾ ആകും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. പിന്നെ ഇനിയും കുറേ നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സജഷൻസ് കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി വേറൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ദിസ് ഇസ് മീ അഭിന സൈനിങ് ഓഫ്. ബൈ. ലവ് യു ഓൾ.